എല്ലാ പ്രിയ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ സൂപ്പ് റെസിപ്പിയുമായിട്ടാണ്. സൂപ്പിന് നമ്മുടെ ഡയറ്റിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നല്ല ഫാറ്റ് കിട്ടുന്ന ഒരു റെസിപ്പിയാക്കിക്കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കുന്ന ഈ സൂപ്പ് ഏത് ബിഗിനേഴ്സിനും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന്. ചെമ്മീൻ വൃത്തിയാക്കിയെടുത്തതാണിത്. പച്ചമുളക്, ഇഞ്ചി, ചെറുനാരങ്ങാനീര്, ലെമൺ ജസ്റ്റ്, ഫ്രഷ് ക്രീം എന്നിവ എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് ബദാം 10 വെള്ളത്തിൽ കുതിർത്തരച്ചതോ 2 ടേബിൾ സ്പൂൺ നെയ്യോ ചേർക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതും 1 സ്പൂൺ മല്ലിയിലയും ലെമൺ ഗ്രാസും എടുത്തിട്ടുണ്ട്. ലെമൺ ഗ്രാസിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ ഒരില ഉപയോഗിക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയാണ്. ഇനി ചൂടായ ഒരു പാത്രത്തിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് വഴറ്റുകയാണ്. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടി വഴറ്റിയെടുക്കാം. നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട്. പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ലെമൺ ജസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ചെറുനാരങ്ങ പതുക്കെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ചുരണ്ടി എടുത്താൽ മതി. വെള്ള പോർഷൻ പെടരുത്, മഞ്ഞ പോർഷൻ മാത്രം എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുനാരങ്ങയിലയോ ലെമൺ ഗ്രാസോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ലെമൺ ഗ്രാസ് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് വന്നപ്പോഴേക്കും സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം തിളച്ച ശേഷം ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ചേർത്ത് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി ഒന്ന് ചെക്ക് ചെയ്യാം. ചെമ്മീൻ വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫുൾ ഫാറ്റ് ഫ്രഷ് ക്രീം 1 ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സൂപ്പിന് നല്ലൊരു നിറവും രുചിയും കിട്ടും. കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ 10 ബദാം കുതിർത്ത് അരച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. സാധാരണയായി സൂപ്പിൽ കട്ടി കൂട്ടാൻ വേണ്ടി കോൺഫ്ലോർ, മൈദ എന്നിവ ചേർക്കാറുണ്ട്. LCHFൽ അതൊന്നും പാടില്ല. അതുകൊണ്ട് നമ്മളിവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി കൂടുതൽ സൂപ്പൊന്ന് റിച്ചായി കിട്ടണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറു ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഈ സൂപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഹെൽത്തി ആൻഡ് ഫാറ്റി ചെമ്മീൻ സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.